ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും BNB ചെയർമാനുമായ താരിഖ് റഹ്മാൻ ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. പത്മ, ടീസ്റ്റ ഈ രണ്ട് നദികളിലും ഒരു അണക്കെട്ട് കെട്ടാനുള്ള തീരുമാനം അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അത് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നു. തങ്ങൾ ആ പദ്ധതിയുമായി മുൻപോട്ട് പോവുകയാണെന്ന് പറയുക മാത്രമല്ല, അടുത്ത മാസം അതായത് ജൂൺ മാസം ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് താരിഖ് റഹ്മാൻ. ഇതോടുകൂടി തന്നെ ഇന്ത്യ അപകടം മണക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന ടീസ്റ്റ നദി എന്ന് പറയുന്നത് നമ്മളുടെ സിലിഗുരി ഇടനാഴിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. സിലിഗുരി ഇടനാഴിയുടെ അടുത്താണ് ഈ ടീസ്റ്റ നദിയും. ടീസ്റ്റ നദിയിൽ ഇപ്പോൾ കെട്ടി ഉയർത്താൻ പോകുന്ന ഈ ഡാമും. ഈ ഡാമിന്റെ നിർമ്മാണം ചൈനയെ ഏൽപ്പിക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് താരിഖ് റഹ്മാൻ ഇപ്പോൾ ചൈനയിലേക്ക് പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും അങ്ങനെയെങ്കിൽ ഇന്ത്യൻ അതിർത്തിയിൽ, ഈ സിലിഗുരിക്ക് സമീപം ഇന്ത്യൻ അതിർത്തിയിൽ ചൈനീസ് എഞ്ചിനീയർമാരും മറ്റും എത്തുകയാണ് എങ്കിൽ അത് ഇന്ത്യക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കും. അവർ ഒരു എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ തൊഴിലാളികളോ ആയിട്ടായിരിക്കില്ല എത്തുക. കാരണം ലോകത്ത് പല ഭാഗത്തും ചൈന അങ്ങനെയാണ് കടന്നുകൂടുന്നത്. അവരുടെ സൈനിക വിന്യാസമോ ഇല്ലെങ്കിൽ സൈനിക റഡാറുകളോ മറ്റുമൊക്കെ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അതുമാത്രമല്ല, പതുക്കെ ബംഗ്ലാദേശിനെ വിഴുങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. കൂടുതൽ ബംഗ്ലാദേശിൽ ചൈന പിടിമുറുക്കുകയും ചെയ്യും. ചൈനയെ സംബന്ധിച്ച് ബംഗ്ലാദേശിൽ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്ന ഏതൊരവസരവും അവർ വിട്ടുകളയാറില്ല. കാരണം ഒരു ഭാഗത്ത് ഇന്ത്യ, മറുഭാഗത്ത് അമേരിക്ക കടന്നു കയറാൻ ആഗ്രഹിക്കുന്നതിനെ തടയിടുക, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ചൈനയ്ക്കുണ്ട്. ഈ ഒരു സാധ്യതയുടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് താരിഖ് റഹ്മാൻ ഇപ്പോൾ ചൈനയിലേക്ക് വെച്ചുപിടിക്കുന്നത്. രണ്ട് ഡാമുകളാണ്, അതായത് പത്മ നദിയിലുള്ള ഒരു ഡാം, ടീസ്റ്റ നദിയിലുള്ള ഡാം. 1996 ഒപ്പിട്ട ഗംഗാനദി ജല കരാർ ഈ ഡിസംബർ അവസാനിക്കാനിരിക്കെയാണ് പുതിയ നീക്കവുമായി ഇപ്പോൾ താരിഖ് റഹ്മാൻ മുൻപോട്ട് പോകുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് അല്പം ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്കാണ് ബംഗ്ലാദേശിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.